ഈസി ആയിട്ട് ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഇളക്കി, ഒരു സവാള ചെറുതായി കട്ട് ചെയ്താണ് അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. 1 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പോളം പാല് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലൊരു ക്രീമി ആവുന്ന വരെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ആ ഒരു പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ ലീവ്സ് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ മറക്കരുത്. 1/2 ടീസ്പൂൺ റോസ്മേരി ലീവ്സ് ചേർത്ത് ഇളക്കി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 കപ്പോളം പാസ്ത ഉണ്ടാവും. ഇതെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചീസ് ഉള്ളതുകൊണ്ട് ഞാൻ ചീസ് വെക്കുന്നുണ്ട്. ഇത് ചീസ് ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി.